ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ കുളിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ചില ദിവസങ്ങളിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വേഗം കുളി കഴിഞ്ഞാൽ തന്നെ ഒരു ഉഷാറാണ് കേട്ടോ, എല്ലാ പണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിതാ കുളിയൊക്കെ കഴിഞ്ഞതാ ഒരു സെറ്റും മുണ്ടാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ അത് ഗർഭിണികൾ ഈ സാരി ഉടുത്തിട്ടുണ്ടെങ്കിൽ വയറിന് കാറ്റും വെളിച്ചമൊക്കെ കിട്ടുമ്പോൾ കുട്ടിക്ക് മഞ്ഞ വരും എന്ന് പറയുന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് അമ്മയൊക്കെ പറഞ്ഞു തന്നാണ് കേട്ടോ 7-ാം മാസം മുതൽ സാരി ഉടുക്കണമെന്ന്. അപ്പോൾ ശ്രീമോളെ വയറ്റിലായ സമയത്തും ഞാൻ 7-ാം മാസം മുതൽ സാരി ഉടുക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് മഞ്ഞൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതും അങ്ങനെയൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ 7 മാസം കഴിഞ്ഞു, 8-ാം മാസം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സാരിയൊക്കെ ഉടുക്കാമെന്ന് വിചാരിച്ച്, പിന്നെ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ അതാ രാവിലെ ഏതായാലും കുളിയൊക്കെ കഴിഞ്ഞല്ലേ, പിന്നെ ഒരു മോയ്സ്ചറൈസറും കണ്ണൊക്കെ എഴുതി പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ നേരെ കിച്ചണിൽ പോയി പണിയൊക്കെ എടുക്കണം. അപ്പോൾ ഇപ്പം ഭയങ്കര ചൂടാണ്, സാരിയൊക്കെ ഉടുത്ത് നിൽക്കാനേ പ്രയാസമാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നേ ഉള്ളൂ. അങ്ങനെ ഞാനിതാ ഒന്ന് പുറത്തേക്ക് പോവാട്ടോ. ഞാൻ കുളിക്കാൻ പോയപ്പോൾ വാതിലൊക്കെ അടച്ചിട്ടിട്ടാണ് പോയത്. അപ്പോൾ ഒന്ന് പുറത്തേക്ക് പോയിട്ട് കുറച്ച് സമയം ഇനി പുറത്ത് പോയിട്ട് ഇരിക്കണം. വെയിലൊക്കെ വരുന്ന ആ സമയത്ത് പുറത്ത് ഇരിക്കണം. അപ്പോൾ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ പുട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കുളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഒരു കുറ്റി പുട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഇഡ്ഡലി സാമ്പാറും കൊണ്ട് തന്ന്. അപ്പോൾ പിന്നെ ഏതായാലും ചെന്നാൽ പിന്നെ അതൊക്കെ മതിയല്ലോ, പുട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെൽ ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നല്ല ഇഡ്ഡലിയും സാമ്പാറുമാണ്. അങ്ങനെ അത് ഞാനും ശ്രീമോളും കൂടി കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഏട്ടൻ രാവിലെ ജോലിക്ക് പോയിക്കുന്നു. പിന്നെ അച്ചപ്പോൾ കക്കോടി തന്നെയാണ് നിൽക്കാറ്. അച്ഛപ്പോൾ അവിടെ അങ്ങനെ നിൽക്കലില്ല, ഇടയ്ക്ക് വന്ന് നിൽക്കും, അങ്ങനെയാണ്. പിന്നെ അച്ഛൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ആകെ പ്രശ്നം. ഒറ്റയ്ക്കായതുകൊണ്ട് ഫുഡൊന്നും മൂപ്പരുണ്ടാക്കുകയില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു ദിവസമൊക്കെ നിന്നിട്ട് പോകും, അങ്ങനെയാണ്. അപ്പം ഞാനും ശ്രീമോളും കൂടി ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇന്ന് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാണ്. അപ്പം പിന്നെ ഇന്ന് പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ച ഏതായാലും ഹൗസ് വാമിങ് കഴിഞ്ഞല്ലേ, വേറെ പ്രത്യേകിച്ച് ആഘോഷവും കാര്യങ്ങളൊന്നും വേണ്ടാന്ന്. അങ്ങനെ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം ഞാനത് ഏട്ടൻ്റെ വണ്ടി പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അത് വെയിൽ കൊള്ളുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് നമ്മളെ ചെറിയൊരു കാർ ഷെഡ് പോലത്തെ ചെറിയൊരു ഭാഗമുണ്ട്, അവിടേക്ക് മാറ്റി വെക്കട്ടെ എന്നിട്ട് കുറച്ച് വെയിലും അവിടെ ഇരുന്ന് കൊള്ളാമെന്ന്. എന്നാൽ പിന്നെ ഒരു സുഖമാണ്, രാവിലത്തെ ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാണെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനത്തെ വണ്ടി അവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം അങ്ങനെ തന്നെ ഇരുന്ന് കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം അങ്ങനെ ഇരുന്നതിൻ്റെ ശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയത്. അപ്പോൾ നമ്മളിനിയിപ്പോൾ അധികം വാവ വരാൻ വേണ്ടിയിട്ട് അധികം സമയം ഒന്നുമില്ല. ഇപ്പോൾ 8-ാം മാസം തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, 11 ആഴ്ചയേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ശ്രീമോളോട് പറഞ്ഞു ഒന്ന് അടിച്ചു വാരുന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന് ഫോണെന്തോ കാണുകയാണ്. പിന്നെ ഞാൻ തന്നെ അടിച്ചൊക്കെ വാരി കേട്ടോ. ഇനിയിപ്പോൾ എന്നും തുടയ്ക്കാറൊന്നുമില്ല, പറ്റുന്ന പോലെയൊക്കെ തുടയ്ക്കാറുള്ളൂ. അല്ലെങ്കിൽ ശ്രീമോളോ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളുണ്ട്, അവരോ ഒക്കെ തുടച്ച് തരും കേട്ടോ ഹെൽപ്പിന്. അപ്പോൾ അങ്ങനെ ബാക്കി ഭാഗങ്ങളും കൂടിയൊക്കെ ഒന്ന് അടിച്ചു വാരിയിരുന്നുണ്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പം കുനിയാനൊന്നും അങ്ങനെ പറ്റൂല കേട്ടോ. അപ്പം ഞാനിതാ ഈ ഒരു നമ്മളെ മാറ്റില്ലേ കാലുകൊണ്ട് എടുത്തിട്ട് ഇട്ടതാണ്. പെട്ടെന്ന് അങ്ങോട്ട് ഈ സാരിയും കൂടി ഉടുക്കുമ്പോൾ പെട്ടെന്ന് കുനിയാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വയറ് കൂടിയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഇങ്ങനെ കുനിഞ്ഞ് ഓരോന്ന് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേദനയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഹൗസ് വാമിങ്ങിന് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊന്നും എനിക്ക് മുഴുവനായിട്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പം തന്നെ നമ്മൾ നോക്കിയൊക്കെ റാക്കിൻ്റെ മേലേക്ക് എടുത്ത് വെച്ചതിനെ കൊണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ കിട്ടിയാണ് ഈ ഒരു ഗ്ലാസ്, പിന്നെ ജഗ്ഗും, ഇതിൻ്റെ സെറ്റ് ജഗ്ഗാണ്. അപ്പോൾ ജഗ്ഗ് ഞാനിപ്പോൾ എടുത്തിട്ടില്ല, അപ്പോൾ ഗ്ലാസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഗ്ലാസ് എടുത്തത്. ഇതൊരു 6 ഗ്ലാസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് കിട്ടിയത്. പിന്നെ ഈ ഒരു പാത്രം ഇവിടെ അടുത്തുള്ള കുടുംബശ്രീൻ്റെ ആൾക്കാരെ വകയാണ് കേട്ടോ. അവർ കുറച്ച് ടീം അവർ വാങ്ങി തന്നാണ്. പിന്നെ നമുക്ക് അടുത്ത് കിട്ടിയതായി ഈ ഫ്യൂച്ചറിൻ്റെ നല്ലൊരു നോൺ സ്റ്റിക്ക് തവയാണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ലൊരു, നമുക്ക് മുട്ട വറക്കാനും വറവിടാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ഫ്യൂച്ചർ, നല്ല കമ്പനിയാണ്, നല്ല വെയിറ്റുള്ള സാധനമാണ്, നല്ല അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് എടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നീട് അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം.
അപ്പോൾ അങ്ങനെ കുക്കിംഗ് ഇനിയിപ്പോൾ ഇതാ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ മുട്ട ഏതായാലും പൊരിച്ചിട്ട് പിന്നെ തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക വിചാരിച്ചിട്ടാണ്. ഞാനും ശ്രീമോളും മാത്രമല്ലേ ഉച്ചയ്ക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുട്ടയൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ മുട്ടയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അത് മുട്ട ഒന്ന് വറുത്തെടുക്കുകയാണ്. പിന്നെയാണ് തക്കാളിയും കൂടി വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം തന്നെ ഉണ്ടാക്കി വെച്ചാണ്. കാരണം ഈ സാരി ഉടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചൂടുകൊണ്ട് കിച്ചണിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ മെല്ലെ പതിയെ അതൊന്ന് മുട്ട മറിച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ കുടിക്കുന്ന വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനും ശ്രീമോളും കൂടെ പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറിയും സാമ്പാർ, രാവിലത്തെ സാമ്പാർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയൊക്കെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ. ഈ സമയത്തൊന്നും ശ്രീമോളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല കേക്ക് ഒപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊന്നും. വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ. അപ്പോൾ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികളും ശ്രീമോളും കൂടി സർപ്രൈസായിട്ട് കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് തന്ന് പെട്ടെന്ന് സ്വാമിയും കഴിഞ്ഞല്ലേ ഇനിയിപ്പോൾ ഒരു ആഘോഷങ്ങളൊന്നും പെട്ടെന്ന് വേണ്ടല്ലോ വെച്ചപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എന്നെ റൂമിൽ നിന്ന് പുറത്തിറക്കുന്നേ ഇല്ല. ഇവരെന്തൊക്കെയോ പ്ലാൻ ചെയ്ത് അങ്ങനെ ഞാനും ഏട്ടനും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തിട്ടോ. വലിയൊരു സർപ്രൈസായി. ശ്രീമോളെ വകയാണ് കേക്ക്. അപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ടേ ഇല്ല. വീടിൻ്റെ അടുത്തുള്ള കുട്ടികളോടൊക്കെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് അവർ കൊണ്ട് തന്നാണ്. അപ്പോൾ കേക്കൊക്കെ നല്ല ഉഷാറിലൊക്കെ കട്ട് ചെയ്ത് പിന്നെ ശ്രീമോൾക്ക് വിഷുവിന് കുറച്ച് കൈനീട്ടൊക്കെ ഓരോരുത്തർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൈസയൊക്കെ എടുത്ത് വെച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേക്കൊക്കെ വാങ്ങിയത്. അപ്പോൾ നമ്മളൊന്നും ആഘോഷമാക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചേനു. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല ടേസ്റ്റുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. ഇവിടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങിച്ചാന്ന് പറഞ്ഞ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏട്ടൻ പോയി പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിക്കൊണ്ട് വന്ന് പൊറാട്ടയും പെപ്പർ ചിക്കൻ്റെ കറിയും വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. കേക്കൊന്നും വാങ്ങുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ കൊല്ലും അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോയി. പിന്നെ മക്കളെ വക ഗിഫ്റ്റ് തന്ന അടുത്ത വീട്ടിൽ നിന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.